കൽക്കിയുടെ കുതിപ്പ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. 12 ദിവസം കൊണ്ട് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് 900 കോടിയാണ്. അതായത് വരും ദിവസങ്ങളിൽ 1000 കോടി എന്ന മാന്ത്രിക നമ്പർ ചിത്രം തൊടും. പ്രഭാസിൻ്റെ തിരിച്ചുവരവിനൊപ്പം ലോക സിനിമയ്ക്കൊപ്പം ചേർത്ത് വെക്കാനാവുന്ന മേക്കിങ്ങുമായി കൽക്കി വിസ്മയമായി. 1000 കോടിയെക്കുറിച്ച് ചിന്തിക്കാത്ത കാലത്ത്, ഇന്ത്യൻ സിനിമ 100 കോടി ലക്ഷ്യം മുന്നിൽ കണ്ട കാലത്ത് ഏത് ചിത്രമായിരിക്കും ആ മാന്ത്രിക നമ്പർ കടന്ന ആദ്യ ചിത്രം? ബാബർ സുഭാഷിൻ്റെ സംവിധാനത്തിൽ 42 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തെത്തിയ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രമാണ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ആദ്യമായി 100 കോടിയുടെ ബോക്സ് ഓഫീസ് നേട്ടത്തിലെത്തിയ ചിത്രം. മിഥുൻ ചക്രവർത്തി നായകനായി എത്തിയ ചിത്രം 1982 ഡിസംബർ 17-നാണ് തിയേറ്ററിലെത്തിയത്. ഇന്ത്യയിൽ നിന്ന് ചിത്രം 6.40 കോടി മാത്രമാണ് നേടിയത്. പക്ഷേ 2 വർഷത്തിന് ശേഷം ചിത്രം സോവിയറ്റ് റഷ്യയിൽ റിലീസ് ചെയ്തതോടെ കളി മാറി. 12 കോടി ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിൻ്റെതായി അവിടെ വിറ്റുപോയത്. അതിലൂടെ ലഭിച്ച കളക്ഷൻ 60 മില്യൺ റൂബിളായിരുന്നു. അതായത് 94.28 കോടി ഇന്ത്യൻ രൂപ. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും അത്ഭുതങ്ങളിലൊന്നായി ഡിസ്കോ ഡാൻസർ മാറി. അപ്പോൾ 1000 കോടിയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. കൽക്കിയുടെ കുതിപ്പിനൊപ്പം ഇപ്പോൾ ചർച്ചയാവുന്നത് ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസ് രാജാക്കന്മാരെക്കുറിച്ചാണ്. അതിൽ തന്നെ 1000 കോടി എന്ന മാന്ത്രിക നമ്പർ തൊട്ട ചിത്രങ്ങൾ തിരയുകയാണ് സോഷ്യൽ മീഡിയ. അതിലിപ്പോഴും രാജാവ് ആ ആമീർ ഖാൻ ചിത്രം തന്നെയാണ്. 2016-ൽ നിതീഷ് തിവാരിയുടെ സംവിധാനത്തിലെത്തിയ ദംഗലാണ് 2070 കോടി നേടിയാണ് ചിത്രം അതിൻ്റെ ഫൈനൽ റൺ അവസാനിപ്പിച്ചത്. ഇന്നും ഈ റെക്കോർഡ് തൊടാൻ മറ്റൊരു ചിത്രത്തിനും ആയിട്ടില്ല. കൽക്കി കൊണ്ട് മാത്രമല്ല പ്രഭാസ് ഞെട്ടിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ബാഹുബലി 2-മായാണ് അയാൾ ബോക്സ് ഓഫീസ് ഉഴുതുമറിച്ചത്. മറ്റൊരു 1000 കോടി ക്ലബ്ബ് ചിത്രം. 2017-ലെത്തിയ ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ 1788 കോടിയായിരുന്നു. വെറും 10 ദിവസം കൊണ്ടാണ് ചിത്രം 1000 കോടി കടന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. 5 വർഷം കഴിഞ്ഞാണ് 1000 കോടിയിൽ തൊട്ട മറ്റൊരു ചിത്രം എത്തിയത്. അതും സൗത്തിൽ നിന്ന് തന്നെയായിരുന്നു. രാജമൗലി വീണ്ടും അത്ഭുതം സൃഷ്ടിച്ച് RRRമായി എത്തി. 2022-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ 1230 കോടിയായിരുന്നു. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി പതിപ്പുകളിൽ പുറത്തിറങ്ങിയ ചിത്രം 1000 കോടി കടക്കാനെടുത്തത് 16 ദിവസമാണ്. തെലുങ്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ തൊട്ടടുത്തുള്ള കന്നഡയും വിട്ടുകൊടുത്തില്ല. മറ്റൊരു 1000 കോടിയുമായി 2022-ൽ തന്നെ പ്രശാന്ത് നീലും KGF 2-മായി എത്തി. 1215 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ. യഷ്, സഞ്ജയ് ദത്ത്, രവീണ ടണ്ടർ, ശ്രീനിധി ഷെട്ടി, പ്രകാശ് രാജ് എന്നിവർ തകർത്തഭിനയ ചിത്രം 16 ദിവസം കൊണ്ടാണ് 1000 കോടി കടന്നത്. സൗത്തിൻ്റെ ഭൂമിയിൽ ഒന്ന് പകച്ചെങ്കിലും അതിഗംഭീര തിരിച്ചുവരവ് ബോളിവുഡ് നടത്തിയ വർഷമായിരുന്നു 2023. 1000 കോടിയുമായി ഷാറൂഖ് എത്തി. പഠാൻ്റെ ആഗോള കളക്ഷൻ 1055 കോടിയായിരുന്നു. സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്ത ചിത്രം 27 ദിവസം കൊണ്ടാണ് 1000 കോടി കടന്നത്. പത്താൻ കൊണ്ട് ഷാരൂഖ് നിർത്തിയില്ല. അതേ വർഷം അറ്റ്ലിയുമായി എത്തി. ജവാൻ്റെ ആഗോള കളക്ഷൻ 1160 കോടിയാണ്. ചിത്രം 1000 കോടി തൊടാനെടുത്തത് 18 ദിവസം മാത്രമാണ്. ബോളിവുഡിനും കോളിവുഡിനും മാത്രമല്ല, മോളിവുഡും ചില റെക്കോർഡുകൾ ഇട്ടത് 2024-ലാണ്. 100 കോടി എന്നത് നമുക്ക് പൂ പറിക്കുന്നത് പോലെയായി. 100 നമ്മുടെ സിനിമ 200 കോടിയും തൊട്ടു. വൈഡ് റിലീസ് ഇല്ലാതിരുന്ന കാലത്ത് A, B, C ക്ലാസ്സുകളിലായി വിഭജിക്കപ്പെട്ട തിയേറ്ററുകളിലെല്ലാമായിരുന്നു 1 വർഷത്തിലധികം നീണ്ട കാലമാണ് പലപ്പോഴും വിജയ ചിത്രങ്ങൾ കളിച്ചിരുന്നത്. വലിയ ജനപ്രീതി നേടുന്ന ചിത്രങ്ങൾ അക്കാലത്തും മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ നാഴികക്കല്ലുകൾ സമ്മാനിച്ചിരുന്നു. 1 കോടി ക്ലബിലേക്ക് മലയാള സിനിമയ്ക്ക് ഇടം നേടിക്കൊടുക്കുന്നത് ഒരു ജോഷി ചിത്രമാണ്. മമ്മൂട്ടി നായകനായ ന്യൂഡൽഹിയാണ് മലയാളത്തിൽ ആദ്യമായി 1 കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം. മലയാളത്തിലെ ആദ്യ 5 കോടി ക്ലബ് ചിത്രം മോഹൻലാലിൻ്റെ പേരിലാണ്. പ്രിയദർശൻ്റെ സംവിധാനത്തിൽ 1991-ൽ പുറത്തിറങ്ങിയ കിലുക്കമാണ് ആ ചിത്രം. കിലുക്കത്തിൻ്റെ ആകെ ചെലവ് 60 ലക്ഷമായിരുന്നു. അന്ന് 20-25 ലക്ഷം രൂപയ്ക്ക് മലയാളപ്പടം തീരുന്ന കാലമാണെന്ന് ഓർക്കണം. ആദ്യമായി 50 കോടി കടക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. ജീത്തുവിനൊപ്പം എത്തിയ ദൃശ്യമായിരുന്നു അത്. മലയാളത്തിൽ ആദ്യ 100 കോടിയും 150 കോടിയും പുലിമുരുകൻ കൊണ്ടുപോയി. ആദ്യ 200 കോടി മഞ്ഞുമൽ ബോയ്സ്. അതേസമയം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച നടന്മാരുടെ ലിസ്റ്റിൽ ഒന്നാമൻ മോഹൻലാൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ 50 കോടി അടിച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റേതാണ്. ലൂസിഫർ, നേര്, പുലിമുരുകൻ, ദൃശ്യം, ഒടിയൻ എന്നിവയാണ് ആ സിനിമകൾ.